സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. ഇന്നും ഡ്രൈവിംഗ് സ്കൂളുകൾ ടെസ്റ്റ് ബഹിഷ്കരിച്ചു. സർക്കുലർ പിൻവലിക്കും വരെ സമരമെന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ വ്യക്തമാക്കുകയാണ്. സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, വളരെ വലിയൊരു പ്രതിഷേധമാണ് ഇത്തരത്തിൽ ഒരു പരിഷ്കരണത്തിലൂടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. ഇന്നലെ തന്നെ ഇവർ വ്യക്തമാക്കിയിരുന്നു ഇന്നും സമരം തുടരുമെന്നൊരു കാര്യം. തീർച്ചയായും ആതിര, ഇന്നലെ വ്യക്തമാക്കിയതാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഒപ്പം ഈ സമരസമിതിയും സംയുക്ത സമരസമിതിയും ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് ഈ പരിഷ്കരണം അത് റദ്ദ് ചെയ്തുകൊണ്ടുള്ള പുതിയ ഉത്തരവ് വരുന്നതുവരെ സമരം തുടരുമെന്ന് ഇന്നലെ തന്നെ ഇവർ വ്യക്തമാക്കിയതാണ്. അതിന് പ്രകാരം ഇന്നും സമരം തുടരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ മുട്ടത്തറയിലെ MVDയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ ഉയർന്നിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നാരും ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഇന്നാരും എത്തിയിട്ടില്ല എന്നതുകൂടിയാണ്. ചേട്ടാ, ഇന്നും പ്രതിഷേധം തുടരുകയാണ്. ഇന്നും പ്രതിഷേധമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടെസ്റ്റ് നടക്കാത്തത്. ഇന്ന് ആരെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ വന്നിരുന്നോ? ടെസ്റ്റ് ചെയ്യാൻ സ്കൂളുകാരെ കാൻഡിഡേറ്റൊന്നും വന്നില്ല. പ്രൈവറ്റുകാർ വന്നിട്ട് ഇവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി അവർ വേണ്ടാന്ന് തിരിച്ചു പോയി. ഇത് സമരം ഇനിയും തുടർന്നു പോകാൻ തന്നെയാണ് തീരുമാനം. അതായത് 4/24 എന്നുള്ള സർക്കുലറുണ്ട്, അത് പിൻവലിക്കുന്നതുവരെ സമരം തുടർന്നു പോകും. ഇന്നിപ്പോൾ മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെന്ന് അറിവുണ്ട്. അതിന് നമ്മൾ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കും. ചർച്ചയിൽ തീരുമാനമായ നമുക്ക് അനുകൂലമായിട്ടുള്ള ചർച്ചയാണെന്നുണ്ടെങ്കിൽ സമരം പിൻവലിക്കും. എന്തായാലും സമരം തുടരുകയാണ്. ഈ സർക്കുലർ പിൻവലിക്കും വരെ സമരത്തിലാണ്. ഈ മറ്റേ സ്ലോട്ടുകളുടെ എണ്ണത്തിലൊക്കെയാണ് സ്ലോട്ട് അത് ഉൾപ്പെടെയാണ് ഈ 4/24 എന്നുള്ള സർക്കുലറിൽ സ്ലോട്ട് ഉൾപ്പെടെയുള്ള സ്കൂളുകാർക്ക് നടത്തിപ്പിന് വളരെ ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ് ആ സർക്കുലറിൽ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ സമരം, അതിന് വേണ്ടിയിട്ടാണ് ബഹിഷ്കരണം. എന്തായാലും നമ്മൾ ആ സർക്കുലർ പിൻവലിക്കും വരെ സമരത്തിലാണ്. തീർച്ചയായും അതിൽ ഇത് തന്നെയാണ്. ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും തീരുമാനമുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. അതുവരെ ഇവരുടെ സമരം തുടരുമെന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ മുതൽ സംസ്ഥാനത്തുടനീളം ഉണ്ടായിരുന്നു. ഈ മുട്ടത്തറ MVDയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. വലിയ രീതിയിലുള്ള സംയുക്ത സമരത്തിൻ്റെ നേതാക്കളാണ് ഈ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ MVDയുടെ മുട്ടത്തറയിലെ ഈ കേന്ദ്രത്തിൽ വന്നിട്ടുള്ളത്. വലിയ പോലീസ് കാവലും ഈ ഗ്രൗണ്ടിലുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് കാണേണ്ടതുണ്ട്. ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ സർക്കുലർ ഒഴിവാക്കുക, റദ്ദ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് പകരം അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചുകൊണ്ടുള്ള പരിഷ്കരണങ്ങൾ അത് ഡ്രൈവിംഗ് ടെസ്റ്റിൽ കൊണ്ടുവന്നാൽ കുഴപ്പമില്ല. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള ഈ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാതെയുള്ള ഈ പരിഷ്കരണം അത് റദ്ദ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മുഖ്യമായ ആവശ്യം. ആതിര. ശരി, സുലേഖ ശശികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.